സന്തോഷേട്ടൻ എന്താ പറയാനുള്ളത്? ഇപ്പൊ സിനിമയും റിലീസ് ആയതായി. ലാലേട്ട് അഭിനയിച്ച പടമുണ്ട് സർവകാശല്ല, ഇറങ്ങിയപ്പോ വേദ നാഗവല്ലി ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു സിനിമയിലാക്കി. നന്മ വിജയിക്കട്ടെ, നല്ല സിനിമകൾ വിജയിക്കട്ടെ. അതെനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. വലിയൊരു തീർച്ചയായും സന്തോഷിന്റെ ബ്ലെസ്സിങ് എന്നൊക്കെ പറയുന്ന ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ്. സന്തോഷിനെ ഇരുത്തി പൊക്കുന്നല്ല, സന്തോഷിനെ ഇരുത്തി സോപ്പിടുന്ന. ഞാൻ ആരെ സോപ്പിടുന്ന ആളല്ല. അംഗീകരിക്കാത്ത ആളിന്റെ ഉള്ളിലുണ്ടാകുന്ന ആ വേദന കാണുന്നത് ഒരു ഇൻവിസിബിൾ പവറാണ്. ആ വേദന കാണുന്നത് ആ പവറിന് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ മനസ്സ് വേദനിച്ചിട്ട് ഒരു അനുഗ്രഹം കൊടുക്കുക, നമ്മൾ മനസ്സ് വേദനിച്ചിട്ട് ഒരു വിഷമം പറയുക അല്ലെങ്കിൽ ചെയ്യുക, അത് അപ്പം ഫലത്തിൽ വരും, ആൾ സിൻസിയർ ആണെങ്കിൽ. മനസ്സിലായി? അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, അല്ലെങ്കിൽ വേദങ്ങളിൽ പറഞ്ഞത്, അന്യായമായി പറയുന്ന ശാപം എങ്ങും ഏക്കത്തില്ല. പക്ഷെ അതിനൊരു അർത്ഥം ഉണ്ടെങ്കിൽ, നിന്റെ ഉമ്മ നിന്നെ പൊന്നുപോലെ നോക്കി, വാപ്പ നിനക്ക് വേണ്ടി ജീവിച്ചിട്ട്, നീ ഇന്നലെ കണ്ട ഒരുത്തിൻ്റെ അവിടെ പുറകെ ഇറക്കിയാടി ഓടിക്കഴിയുമ്പോൾ, അവരൊന്ന് എരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ പണി ഒരു 8ന്റെ പണിയായിട്ടൊക്കെ വരും. ഇപ്പൊ കണ്ടോ, രജിച്ചാറ് പോലത്തെ ഒരാള് പറയുന്നത്